ഓക്കെ ഗൈസ്, അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എന്താണ് നമ്മൾ ഇന്ന് ചെയ്ത് കൊടുക്കാൻ പോകുന്നവർക്ക്? ഇന്ന് ഞാൻ ഉപകാരപ്രദമായിട്ടുള്ള ഒരു നല്ലൊരു പെസ്റ്റിസൈഡുമായിട്ടാണ് വന്നിരിക്കുന്നത്. പെസ്റ്റിസൈഡ്, കീടനാശിനി. ഓക്കെ, എല്ലാ ചെടികൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. എല്ലാ കീടങ്ങൾ, പാറ്റകൾ, പുഴുശല്യങ്ങൾ ഒക്കെയുള്ള ഇപ്പോൾ കാലം അതാണ്. അതെ അതെ അതെ. അപ്പോൾ അതിന് വേണ്ടതായിട്ട് പ്രതിരോധം നമ്മൾ ചെയ്തേ പറ്റൂ. കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, എല്ലാവർക്കും ഈ കീടങ്ങൾ വലിയ പ്രശ്നമാണ്, സൂട്ടബിൾ ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പെട്ടെന്ന് ഉപയോഗിക്കാനും ഈസിയാണ് ഈ സംഭവം. അച്ഛൻ കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ഇതൊരു 6 അല്ലി വെളുത്തുള്ളി കേട്ടോ, ഗാർലിക്, നമ്മുടെ വെളുത്തുള്ളിയാണ്. ഓക്കെ, അത് കഴിഞ്ഞ് ഇത് വിനെഗർ സുർക്ക എന്ന് പറയും, വിനാഗിരി. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടത് ഈ ടൊബാക്കോ ജ്യൂസ്. അത് ഞാൻ നേരത്തെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിൽ നിന്ന് ഈ ഒരു കപ്പ് ടൊബാക്കോ ജ്യൂസ്. അപ്പോൾ നമുക്ക് ടൊബാക്കോ ജ്യൂസ് എടുത്തിട്ട് പുകയില കഷായം ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ച് ഞങ്ങൾ കാണിച്ചു തരാം. എടുക്കാം. ഇപ്പം ഞാൻ തുറന്നതാണ് കേട്ടോ, അടച്ചു വെക്കണേ. ഓക്കെ, ഞാൻ അടച്ചോളാം. ഓക്കെ, അപ്പം നമ്മൾ ടൊബാക്കോ ജ്യൂസും കൂടി എടുത്തിട്ടുണ്ട്, നമ്മുടെ പുകയില കഷായം. അതിനകത്ത് എന്തൊക്കെയായിരുന്നു എന്നുള്ള ഒന്നും കൂടി പറയൂ. പുകയിലുണ്ട്. അത് ഉണ്ടാക്കിയല്ല, അത് ഉണ്ടാക്കിയത് ഇതിൽ പുകയിലുണ്ട്. അതിൽ നമ്മൾ സോപ്പ് വാട്ടർ യൂസ് ചെയ്തിട്ടുണ്ട്. സോപ്പ് വാട്ടർ അല്ലേ? ഇതെല്ലാം കൂടി വെള്ളത്തിലിട്ടിട്ട് 2 ആഴ്ച വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് ഒരു കപ്പ് ഞാൻ ഇത് ടൊബാക്കോ ജ്യൂസ് എടുത്തിട്ടുണ്ട്. 6 അല്ലി ഗാർലിക് എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി, പിന്നെ ഒരു 2 ടീസ്പൂൺ വിനെഗറും വേണം. ഓക്കെ, ഇതും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ വെളുത്തുള്ളിയും വിനെഗറും ഉപയോഗിച്ചിട്ട് നമ്മൾ ഒന്ന് വെളുത്തുള്ളിയിലൊപ്പം യൂസ് ചെയ്യണമെന്നില്ല. അതുകൊണ്ട് വെളുത്തുള്ളിയെ നമ്മൾ ഒരു 100 ml വെള്ളത്തിൽ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരുന്നു. എന്നിട്ട് അതിൽ ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ഈ വിനെഗറും ഈ എന്താ പറയുക നമ്മുടെ പുകയില കഷായം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് മൊത്തത്തിൽ ഒരു 100 ml സാധനം കിട്ടും. ഈ 100 ml നമ്മൾ 1:3 റേഷ്യോയിൽ വെള്ളം ചേർക്കും. അതായത് ഇത് 100 ml ഉണ്ടെങ്കിൽ ഒരു 300 ml വെള്ളത്തിൽ വേണം ഇവനെ ആഡ് ചെയ്യാൻ. എന്നിട്ട് ചെടികൾക്കൊക്കെ നല്ല രീതിയിൽ അടിച്ചു കൊടുക്കുക. ചെടികളുടെ താഴെ പ്രത്യേകം ശ്രദ്ധിക്കണം, അതിനാണ് കൂടുതൽ. ഈ മുളകിലെല്ലാം ഈ താഴെ വെള്ളീച്ചയും കായ്ച്ചയൊക്കെ നിൽക്കൂലേ? അപ്പോൾ അതൊക്കെ പറന്നു പോകും. ഓക്കെ, പിന്നെ കീടങ്ങൾ, പാറ്റകൾ, പുഴുശല്യം, ഇതിനൊക്കെ വളരെ ബെറ്ററാണ് ഈ സംഭവം. ഓക്കെ കേട്ടോ. 1:3 റേഷ്യോയിൽ ഇതിനെ നമ്മൾ ഡൈല്യൂട്ട് ചെയ്യണം അല്ലേ? നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്യണം, കുറച്ച് സ്ട്രോങ് ആണ്. അതെ, പിന്നെ അന്നച്ഛൻ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു സ്ട്രോങ് ആണ്. അതെ, കുട്ടികളുടെ കൊണ്ട് വെക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കഴിയുമെങ്കിൽ വലിയവർ തന്നെ യൂസ് ചെയ്യുന്ന സമയത്ത് ഗ്ലൗസ് യൂസ് ചെയ്താൽ, ഈ പ്ലാസ്റ്റിക് ഗ്ലൗസ് യൂസ് ചെയ്താൽ അലർജീസ് ഒക്കെ ഉള്ളവർ കൂടുതൽ ഗ്ലൗസ് യൂസ് ചെയ്ത് അലർജി ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് കൈക്ക്. പുകയിലല്ലേ? ഓക്കെ. അപ്പോൾ അതൊന്ന് യൂസ് ചെയ്തിട്ട് കെയർ ചെയ്തിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് അതൊന്ന് ഉണ്ടാക്കിയിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാം കേട്ടോ. തോലൊന്നും കളയണ്ടല്ലേ? തോല് കളയണ്ട, പക്ഷേ നമ്മൾ ഓൾറെഡി സ്ട്രെയിൻ ചെയ്യാൻ പോകുന്നല്ലേ. ഓക്കെ, അച്ഛാ വെളുത്തുള്ളി അത് ഓക്കെ. അപ്പോൾ അച്ഛൻ വെളുത്തുള്ളി ബ്ലെൻഡ് ചെയ്തിട്ടുള്ള വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതായിരിക്കുന്നു അച്ഛൻ്റെ കയ്യിലുള്ളതാണ്. ഇത് ഞാനൊരു 6 അല്ലി വെളുത്തുള്ളി ബ്ലെൻഡ് ചെയ്തതല്ലേ? ഓക്കെ, അപ്പോൾ ഇനി നമുക്കിത് മിക്സ് ചെയ്ത് കാണിച്ചു. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവനെ ആദ്യം ആഡ് ചെയ്യുന്നു. ഓക്കെ, പുകയില കഷായം ആഡ് ചെയ്യുന്നു. പിന്നെ 2 ടീസ്പൂൺ വിനാഗിരി കേട്ടോ, അതിന് ആഡ് ചെയ്യണ്ട. ഓക്കെ, എന്നിട്ട് ഇതേ റേഷ്യോയിൽ ഒരിക്കലും അപ്ലൈ ചെയ്യരുത്. 1:3 റേഷ്യോയിൽ അപ്ലൈ ചെയ്യാവൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് ഇത് നമുക്ക് എടുത്തു വെക്കണം 2 ദിവസം 3 ദിവസം അങ്ങനെ സ്പ്രേ ചെയ്യാം. നമുക്കത് യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ തന്നെ യൂസ് ചെയ്യാം. ഓക്കെ, ഇൻസ്റ്റന്റ് യൂസാണ്. അത് പെട്ടെന്ന് ഉണ്ടാക്കുക, അടിച്ചു കൊടുക്കുക, ഏത് കീടങ്ങളും ഓടിപ്പോയിക്കോളും. ആണല്ലേ? ഈ പാറ്റ, ചാഴി, ഈ എന്താ പറയാ, ഈ ഉറുമ്പൊക്കെ ഉണ്ടാവും. ഉറുമ്പൊക്കെ, പിന്നെ വേറെ ഈ പയറിനൊരു പ്രത്യേക സാധനം ചാഴി ഇതിനൊക്കെ വളരെ വിരോധ. ഇത് പെട്ടെന്ന് അവൻ ഓടി ഒളിക്കും. ഓക്കെ, അങ്ങനെ അത്രയും സ്ട്രോങ് സാധനങ്ങളാണല്ലോ. പക്ഷേ നമ്മൾ ഇതേ റേഷ്യോയിൽ ഒഴിക്കരുത്. 1:3 ഇപ്പൊ നമുക്കൊരു 100 ml ഉണ്ട്. അപ്പോൾ നമ്മൾ 300 ml കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ ഒരു 400 ആക്കും നമ്മൾ. ഇത് 500 ml മഗ്ഗാണ്. നമ്മളൊരു 400 മൊത്തം കൂടി 400 ml ആക്കിയിട്ട്
നമ്മളത് സ്പ്രേ ചെയ്ത് കൊടുക്കും കേട്ടോ. ഓക്കെ. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ എപ്പോഴും ഇങ്ങനെ വെറുതെ അനാവശ്യമായിട്ട് ഞാൻ പറഞ്ഞ നമ്മൾ ഈ പെസ്റ്റിസൈഡ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ കാണുന്ന വീഡിയോയിലും പെസ്റ്റിസൈഡ് ഉണ്ടാക്കി അപ്പം തന്നെ അടിച്ചു കൊടുക്കുന്ന ആ ഒരു പ്രവണത ഒഴിവാക്കുകയും വേണം. അസുഖം ഉണ്ടെങ്കിൽ മാത്രമേ ഈ പെസ്റ്റിസൈഡ് ഉപയോഗിക്കാവൂ. ഓക്കെ, അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ഞങ്ങൾ കുറേ സാധനങ്ങൾ ചെയ്യുന്നുണ്ട്, എല്ലാം കൂടി എടുത്തിട്ട് അത് എന്ന് വെച്ചാൽ അത് അസുഖം ഉണ്ടെങ്കിൽ മാത്രം. ഇത് നമ്മൾ കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഓരോ സമയത്ത് യൂസ് ചെയ്യാം. എന്തായാലും ഉപയോഗം വരുന്ന സാഹചര്യങ്ങളിൽ മാത്രം ഇതിനെ ഉപയോഗിക്കാം. അത്ര ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഒരു ബൈ പറഞ്ഞോളൂ. ബൈ. ഓക്കെ ഗൈസ്, അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ വിശേഷം. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് നടക്കണം. പറ്റിയാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, പറ്റിയാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ആലോചിക്കുക. ഓക്കെ, ബൈ.